കക്ഷി രാഷ്ട്രീയ പരിഗണനയൊന്നുമില്ലാതെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരികളിലാണ്. സഭയിൽ മുഖത്തോട് മുഖമാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ ഇന്ന് മന്ത്രിയും എം.എൽ.എയും ഫുട്ബോൾ കളിച്ചു. ഫുട്ബോളിൽ ഫൗൾ ചെയ്ത എം.എൽ.എയും നന്നായി ഗോളടിച്ച മന്ത്രിയെയും ഈ പരിപാടി ഇത്ര വേഗം പൂർത്തിയാക്കിയ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാം. പോസ്റ്റിൽ ഗോളടിച്ചത് ഞാനാണെങ്കിലും വേദിയിൽ അദ്ദേഹം ഗോളടിച്ചു കളഞ്ഞു. ഞാനൊരു തർക്കത്തിനില്ല, ഞാനൊരു സന്തോഷത്തിന് ഇരിക്കുകയായിരുന്നു. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞു, ഫുട്ബോളിൽ മലപ്പുറത്തുകാരെ തോൽപ്പിക്കൽ എളുപ്പമല്ലാന്ന്. അപ്പൊ ഗോളടിച്ചപ്പോ പാലക്കാട്ടുകാർ അത്ര മോശമല്ല എന്ന് തെളിയിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, വഴങ്ങി തന്നതാണെന്നാണ് പറഞ്ഞത്. സംവിധാനങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാരിനും സജ്ജീകരണങ്ങൾ ഒരുക്കാനും സംവിധാനം ഒരുക്കാനും മാത്രമേ പറ്റൂ. മനോഭാവം മാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. മനോഭാവത്തിൽ അത്രത്തോളം മാറ്റം വന്നിട്ടില്ല. പ്രതിപക്ഷ ഉപനേതാവിന്റെ വീട്, കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ വീട് തൊട്ടടുത്താണ് എന്ന് എന്നോട് ചെയർമാനും പറഞ്ഞു, അദ്ദേഹവും പറഞ്ഞു. ഈ സന്ദർഭത്തിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ് സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിക്ക്, ശുചിത്വ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും വലിയ പിന്തുണ നൽകിയിട്ടുള്ള ഒരാളാണ്. അത് കക്ഷി രാഷ്ട്രീയ പരിഗണനയൊന്നുമില്ലാതെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് രണ്ട് ചേരികളിലാണ്. സഭയിൽ മുഖത്തോട് മുഖമാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ പ്രവർത്തനങ്ങളിൽ അദ്ദേഹത്തിന്റെ പരിപൂർണ പിന്തുണ ഉണ്ടായിട്ടുണ്ട്. ആവശ്യപ്പെട്ട എല്ലാ സമയത്തും മടിയില്ലാതെ പിന്തുണയ്ക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്ന കാര്യം നന്ദിയോടുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ സഹകരണം പല സന്ദർഭങ്ങളിലും മന്ത്രി എന്ന നിലയിൽ തേടിയിട്ടുണ്ട്. ബാക്കി എല്ലാവരും പിന്തുണച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാനത് ഇവിടെ രേഖപ്പെടുത്തണം എന്ന് കരുതുന്നത്. ഇവിടെ ബഹുമാനായിട്ടുള്ള എം.എൽ.എ ഈ കാര്യങ്ങളിലെല്ലാം, ഇത്തരം കാര്യങ്ങളിലെല്ലാം പൊതുവിൽ എല്ലാവരും സഹകരിക്കുന്നവരാണ്. എം.എൽ.എയുടെയും സഹകരണം ഉണ്ടായിട്ടുണ്ട്. അവിടെ പോസ്റ്റിൽ ഗോളടിച്ചത് ഞാനാണെങ്കിലും വേദിയിൽ അദ്ദേഹം ഗോളടിച്ചു കളഞ്ഞു. അദ്ദേഹം ഇത് മുൻകൂട്ടി കണ്ടതാണ്. ഈ സഭയിലൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യവും മുൻകൂട്ടി കാണുന്നത് പോലെ ഇന്ന കാര്യമായിരിക്കും അടിയന്തര പ്രമേയം വരാനിടയുള്ളതെന്ന് ഞങ്ങൾ മനസ്സിലാക്കും. അടിയന്തര പ്രമേയം വന്നാൽ ഇന്നതായിരിക്കും ഭരണപക്ഷം ചെയ്യാൻ പോകുന്നത് അവർ മുൻകൂട്ടി കാണും. അതുപോലെ അദ്ദേഹം മുൻകൂട്ടി കണ്ടു മന്ത്രി ഗോളടിച്ച കാര്യം ഇവിടെ കയറി പറയാനിടയുണ്ട് എന്ന്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ് ഞാൻ വിട്ടു തന്നതാണ്. ഈ സഭയിൽ വഴങ്ങുന്നത് പോലെ ഗോൾ വഴങ്ങിയതാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു തർക്കത്തിനില്ല, ഞാനൊരു സന്തോഷത്തിന് ഇരിക്കുകയായിരുന്നു. കാരണം കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞു, ഫുട്ബോളിൽ മലപ്പുറത്തുകാരെ തോൽപ്പിക്കൽ എളുപ്പമല്ലാന്ന്. അപ്പൊ ഗോളടിച്ചപ്പോ പാലക്കാട്ടുകാർ അത്ര മോശമല്ല എന്ന് തെളിയിച്ചതിന്റെ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, വഴങ്ങി തന്നതാണെന്നാണ് പറഞ്ഞത്. അപ്പോ വളരെ സന്തോഷമുള്ളൊരു സമയമാണിത്. ബ്രഹ്മപുരത്ത് ഞങ്ങള് ഇത് ബയോമൈനിങ്ങിന്റെ വിജയം ആഘോഷിച്ചത് ക്രിക്കറ്റ് കളിച്ചിട്ടാണ്. മലപ്പുറത്ത് വന്നാൽ പിന്നെ ഫുട്ബോളിൽ കുറഞ്ഞൊരു കാര്യം ആലോചിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇവിടെ ഫുട്ബോൾ തന്നെ ആവാം എന്ന് നിശ്ചയിച്ചത്. ഇവിടെ 8,547 മെട്രിക് ടൺ 10,000-ലധികം ക്യൂബിക് മീറ്റർ മാലിന്യമാണ് നീക്കം ചെയ്തത്. ചെയർമാൻ പറഞ്ഞല്ലോ, സ്വപ്നതുല്യമായ മാറ്റമാണ് ഉണ്ടായത് എന്ന് പറഞ്ഞു. എന്റെ അഭ്യർത്ഥന, സ്വപ്നം ഇവിടെ നിർത്തരുത് എന്നുള്ളതാണ്. ഈ സ്ഥലത്തെ നമുക്ക് ഫലപ്രദമായി വിനിയോഗിക്കണം. ഏറ്റവും ആധുനികവും ശാസ്ത്രീയവുമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉൾക്കൊള്ളുന്ന ഒരു ബയോ പാർക്കാക്കിയിട്ട് ഇതിനെ മാറ്റണം. അത്തരം ചില അനുഭവങ്ങളുണ്ട്. ഇപ്പൊ ഗുരുവായൂരിലെ ചൂൽപ്പുറം ഒരു ഉദാഹരണമാണ്. ആ സ്ഥലത്തിന് ഉണ്ടായിരുന്ന പേര് ശവക്കോട്ട എന്നാണ്. പിന്നെ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അജ്ഞാത മൃതശരീരങ്ങൾ മുതൽ ചത്ത മൃഗങ്ങളുടെ ശരീരം വരെ കൊണ്ടുപോയി തള്ളിയിരുന്ന സ്ഥലമാണ്. അവിടെ വരെ വീണ്ടെടുത്ത് ഇപ്പോ ഒരു ഭാഗം പൂർണ്ണമായും ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റ്, അതിനോട് ചേർന്ന് കുട്ടികൾക്കുള്ള മനോഹരമായ പാർക്ക്, മുതിർന്നവർക്കുള്ള പാർക്ക്, ഒരു പ്രദേശം എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിന്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാണ്. അപ്പൊ അതുപോലെ ഇപ്പൊ നമ്മള് പഴയതിൽ നിന്ന് ആകെ മാറ്റി
വലിയ അഭിമാനകരമായ നേട്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വപ്നം ഇവിടെ നിർത്തരുത്. അതുപോലെ നമുക്ക് ഈ പ്രദേശത്തെ ആധുനിക മാലിന്യ സംസ്കരണ പ്ലാന്റുകളുള്ള, എന്നാൽ അതോടൊപ്പം ആളുകൾക്ക് വൈകുന്നേരങ്ങൾ ചെലവഴിക്കാൻ കഴിയുന്ന ഒരു പൊതു ഇടമാക്കി, പാർക്ക് കൂടിയാക്കി മാറ്റണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചൂൽപ്പുറം ഒന്ന് പോയി സന്ദർശിച്ച് ആ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതും നന്നായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇത്തരം കാര്യങ്ങളിൽ നല്ല മാതൃകകൾ നമുക്ക് പകർത്താം. നഗരസഭയുടെ കാര്യമായിട്ടുള്ള പിന്തുണതിലുണ്ടായിട്ടുണ്ട്. അതാണ് 20 നമ്മൾ വർക്ക് ആരംഭിച്ചു. ബയോമൈനിങ് ആദ്യം പൂർത്തിയാക്കിയത് മലപ്പുറത്താണ്. അപ്പൊ നഗരസഭയുടെ താല്പര്യം, സഹകരണം, മുൻകൈ ഇല്ലാതെ സാധ്യമാവില്ല. നഗരസഭ ഉടക്കി നിന്നാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ്. ബ്രഹ്മപുരത്തിന്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ ഇവിടുത്തെ കണക്ക് നോക്കിയപ്പോൾ എത്ര മെട്രിക് ടണ്ണാണെന്ന് നോക്കി. ഇവിടെ 8547ആണ്. ബ്രഹ്മപുരത്ത് 9 ലക്ഷം മെട്രിക് ടണ്ണാണ്. എന്ന് പറഞ്ഞാൽ 110 പുളിയേറ്റുമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ഒരു ബ്രഹ്മപുരം. 1000 കോഴിക്ക് അരക്കാടാന്ന് പറയുന്നില്ല, അതുപോലെയാണ്. 110 പുളിയേറ്റുമ്മൽ ട്രഞ്ചിങ് ഗ്രൗണ്ട് ചേർന്നതാണ് ബ്രഹ്മപുരം. ബ്രഹ്മപുരത്ത് 2 കൊല്ലം മുമ്പ് തീപിടുത്തുണ്ടായി, വലിയ പ്രശ്നമായി. 12 ദിവസം തീ നിന്ന് കത്തി. അവസാനം വലിയ ചർച്ച, വിവാദം, കോലാഹലം എല്ലാം അവസാനിച്ചു. അന്ന് നിയമസഭയിൽ കൊടുത്തൊരു വാക്കായിരുന്നു ബ്രഹ്മപുരം ഒരു പൂങ്കാവനമാക്കി മാറ്റും എന്ന്. ആരും അത് വിശ്വസിച്ചിരുന്നില്ല. അസാധ്യം എന്ന് കരുതിയൊരു കാര്യമാണ്. ഇവിടെ ബഹുമാനായിട്ടുള്ള ചെയർമാൻ പറഞ്ഞല്ലോ, ഈ KSWMPയുടെ പ്രസന്റേഷൻ, ഇവിടുത്തെ പ്രസന്റേഷൻ കണ്ടപ്പോ പ്രസന്റേഷൻ ഒരു വഴിക്കും കാര്യങ്ങൾ വേറൊരു വഴിക്കും പോകുമോ എന്ന് ആശങ്കപ്പെട്ടു എന്നത് സ്വാഭാവികമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ഒരു അനുഭവം അതാണ്. അപ്പൊ ബ്രഹ്മപുരത്ത് ആ പ്രഖ്യാപനമൊക്കെ നടത്തി. ചിലരൊക്കെ എന്നോട് ചോദിച്ചു, എന്ത് കണ്ടിട്ടാണ് ഈ പ്രഖ്യാപനം നടത്തിയത്? അത് KSWMPയിൽ വരുന്നതല്ല. പക്ഷെ നമ്മൾ വേറെ ഫണ്ട് അതിനു വേണ്ടി പ്രത്യേകമായി കണ്ടെത്തി. ധനകാര്യ വകുപ്പ് മന്ത്രി അതിന് സഹായിച്ചു. പ്രത്യേകം ഒരു സംവിധാനമൊരുക്കി. ഇന്നിപ്പോ 2 കൊല്ലം കഴിയുമ്പോൾ അഭിമാനത്തോടെ പറയാൻ കഴിയും, ബ്രഹ്മപുരം പഴയ ബ്രഹ്മപുരമല്ല, കൊച്ചി പഴയ കൊച്ചിയല്ല എന്ന്. അവിടെ 90% ആ സ്ഥലം പൂർണ്ണമായും വീണ്ടെടുത്തു കഴിഞ്ഞു. 110 ഏക്കറാണ്. 90% വീണ്ടെടുത്തു കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവിടെ ചെടികൾ വളർന്നു, തളിരിട്ടു, പൂക്കൾ വിടർന്നു, പക്ഷികളും ശലഭങ്ങളും എല്ലാം തിരിച്ചു വന്നു. ഒരിക്കൽ വിഷമയമായിരുന്ന ആകാശം മുട്ട ഉയരത്തിലുണ്ടായിരുന്ന മാലിന്യം മലയിൽ 100 കോടി രൂപയുടെ 150 ടൺ മാലിന്യം പ്രതിദിനം സംസ്കരിക്കാൻ ശേഷിയുള്ള അത്യാധുനികമായ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റിന്റെ പണി പൂർത്തിയായി. ട്രയൽ റൺ വിജയകരമായി നടന്നു. 28-ാം തീയതി അതിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുകയാണ്. അസാധ്യം എന്ന് കരുതിയത് സാധ്യമാക്കാൻ നമുക്കായി. അവിശ്വസനീയമായിട്ടുള്ള മാറ്റം. ബ്രഹ്മപുരം ഇതുപോലെ മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ആ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. കൊല്ലത്തെ കുരീപ്പുഴ 14 ഏക്കറാണ്. ഒരു വലിയ വാട്ടർ ടാങ്ക് ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്നു. അത് മൂടിപ്പോയിരുന്നു. മാലിന്യം ഇങ്ങനെ നീക്കി വന്നപ്പോഴാണ് അതിന്റെ ഉള്ളിൽ നിന്നൊരു വാട്ടർ ടാങ്ക് പുറത്തേക്ക് വരുന്നത്. അഷ്ടമുടിക്കായലിന്റെ തീരത്ത് പൂർണ്ണമായും നീക്കം ചെയ്തു. കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയി ഒരു ആധുനിക RDF പ്ലാന്റ്, മാലിന്യ സംസ്കരണത്തിനുള്ള പ്ലാന്റിന്റെ ഉദ്ഘാടനം നടത്തി. ഇനി ഇതാ കൊല്ലത്തേക്ക് അനുവദിച്ച IT പാർക്ക് അവിടെ വരാൻ പോകുന്നു. അതുപോലെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റും കൊച്ചി മാതൃകയിലുള്ള പ്ലാന്റും അവിടെ വരാൻ പോകുന്നു. 14 ഏക്കർ സ്ഥലം നമുക്ക് കിട്ടി. പരമാവധി അതിനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണ്. ഇങ്ങനെ എണ്ണിപ്പറയാവുന്ന ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ട്. 20 ഇടങ്ങളിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. അടുത്തൊരു 1.5 വർഷം കൊണ്ട് കേരളം ഡംസൈറ്റുകളില്ലാത്ത, മാലിന്യ കൂനകളില്ലാത്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായിട്ട് മാറും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാം, അസന്നിഗ്ധമായി തന്നെ പറയാം. ആ മാറ്റം ഉണ്ടാവുക. എന്താണ് ശുചിത്വത്തിന്റെ രംഗത്ത് കേരളത്തിലുണ്ടായ മാറ്റം എന്നതിന്റെ അടയാളങ്ങളാണ് ബ്രഹ്മപുരവും പുളിയേറ്റുമ്മലും അതുപോലെ കൊല്ലത്തെ കുരീപ്പുഴയും ഗുരുവായൂരിലെ ചൂൽപ്പുറവുമെല്ലാം. ഇത് നമ്മൾ കൂട്ടായി നടത്തിയ പരിശ്രമത്തിന്റെ വിജയമാണ്. ഇതിൽ കക്ഷി രാഷ്ട്രീയ പരിഗണനകൾ ഉണ്ടാകാൻ പാടില്ല. അതില്ലാതെ ഒറ്റക്കെട്ടായിട്ട് നാം നടത്തിയ പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണ്. ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ ഹരിതകർമ്മസേന ഉണ്ടാക്കിയ മാറ്റം ഇന്ന് ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു.
കഴിഞ്ഞ വർഷം പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേയിൽ ഇട്ടിക്കറിയായിരിക്കും ഒരു പേജ് കേരളത്തിലെ ഹരിതകർമ്മസേനയെ കുറിച്ചാണ്. തമിഴ്നാട്ടിൽ നിന്നും ബംഗാളിൽ നിന്നുമുള്ള സംഘങ്ങൾ ഇവിടെ വന്ന് ഹരിതകർമ്മസേനയെ കുറിച്ച് പഠിച്ചു. അത് അവിടെ നടപ്പാക്കാൻ വേണ്ടി 2024-25 ഒരു വർഷം കൊണ്ട്, ഒറ്റ വർഷം, ഹരിതകർമ്മസേന കേരളത്തിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും ശേഖരിച്ച മാലിന്യത്തിന്റെ അളവറിഞ്ഞാലാണ് നാം അത്ഭുതപ്പെടുക. ഒരു വർഷം കൊണ്ട് ശേഖരിച്ചത് 1,52,000 ടണ്ണാണ്. ഒരു ടൺ 1000 കിലോ. അപ്പൊ 15,200 കോടി കിലോ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന ശേഖരിച്ചു. 2 കൊല്ലം മുമ്പ് 47,000 ടൺ മാത്രമായിരുന്നു. 2 ഇരട്ടി കൂടി. ഇതില്ലായിരുന്നെങ്കിലോ ഈ 1.5 ലക്ഷം ടൺ മാലിന്യം ഹരിതകർമ്മസേന ശേഖരിച്ചില്ലായിരുന്നുവെങ്കിൽ റോട്ടിലും തോട്ടിലും പാടത്തും പറമ്പിലും പൊതുസ്ഥലങ്ങളിലും മുഴുവൻ വലിച്ചെറിയുമായിരുന്നു. അല്ലേ? ജീവിക്കാൻ പറ്റാത്ത ദുസ്സഹമായ സ്ഥലമായിട്ട് കേരളം മാറുമായിരുന്നു. അപ്പോ ഹരിതകർമ്മസേനയുടെ പങ്ക്, സേവനം കേരളത്തിന്റെ ശുചിത്വത്തിന്റെ രംഗത്തുണ്ടായ മാറ്റത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഹരിതകർമ്മസേന കേരളത്തിന്റെ ശുചിത്വ സൈന്യമാണ്, ശുചിത്വ പട്ടാളമാണ് ഹരിതകർമ്മസേന എന്നത്. സർക്കാർ ശക്തമായ നടപടികൾ ഹരിതകർമ്മസേനയെ ശാക്തീകരിക്കുന്നതിന് വേണ്ടി നല്ല പിന്തുണ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാവും. ഇന്ന് 95% വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്നുണ്ട്. 2 കൊല്ലം മുമ്പ് ഇത് വെറും 30% അവിടെ നിന്നാണ് ഈ മാറ്റം ഉണ്ടായിട്ടുള്ളത്. 95% വീടുകളിൽ നിന്നുണ്ട്. 100ലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ വരുമാനത്തിൽ ഈ വർധനവ് ഉണ്ടായിട്ടുണ്ട്. യൂസർ ഫീ കളക്ഷനിൽ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരുപാട് പറയുന്നില്ല, നട്ടുച്ചയാണ്, അവസാനിപ്പിക്കുകയാണ്. അപ്പോ ഈ മാറ്റം നമുക്ക് കൂടുതൽ വ്യാപിപ്പിക്കണം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ? സംവിധാനങ്ങളായി തദ്ദേശ സ്ഥാപനങ്ങൾക്കും സർക്കാരിനും സജ്ജീകരണങ്ങൾ ഒരുക്കാനും സംവിധാനം ഒരുക്കാനും മാത്രമേ പറ്റൂ. മനോഭാവം മാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടേതുമാണ്. മനോഭാവത്തിൽ അത്രത്തോളം മാറ്റം വന്നിട്ടില്ല. ഞാൻ എല്ലായിടത്തും പോകുമ്പോൾ റോട്ടിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുക. മാലിന്യം വലിച്ചെറിഞ്ഞത് ഇങ്ങോട്ട് വരുമ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ വഴിനീളെ കുപ്പിയും ഒക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. ചിലരുടെ മനോഭാവം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ വലിച്ചെറിയും, വേണമെങ്കിൽ മുനിസിപ്പാലിറ്റിയും ഗവൺമെന്റും വൃത്തിയാക്കിക്കോട്ടെ. ഇതാണ് മനോഭാവം. ഗൾഫിൽ പോയാൽ നിയമം കർശനമായിട്ട് പാലിക്കും, എന്നിട്ട് അത് അഭിമാനമായിട്ട് ഇവിടെ വന്ന് പറയും അവിടെയൊക്കെ കർശനാണ് നിയമം, അങ്ങനെ വലിച്ചെറിഞ്ഞ വലിയ ഫൈനാണ്. ഇവിടെ വന്നാലോ തോന്നിയതുപോലെ പെരുമാറാം എന്നതാണ് മനോഭാവം. ഇവിടെ ഫൈനിട്ടാൽ എന്തോ കൊള്ള ചെയ്തതുപോലെയാണ് മനോഭാവം. ഒറ്റ കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. ജനുവരി മുതൽ ജൂൺ വരെ 5 മാസം കൊണ്ട് കേരളത്തിൽ മാലിന്യം പൊതു ഇടത്തിൽ വലിച്ചെറിഞ്ഞതിന് ചുമത്തിയ പിഴ 8,55,00,000. അപ്പൊ എന്ത് ജാതി വലിച്ചെറിയലാണ് നടക്കുന്നതെന്ന് ആലോചിച്ചു. പിന്നെ ഇതൊക്കെ ചെയ്തുകൊണ്ട് എന്താണ് പ്രയോജനം വരുന്നത്? ഇതിൽ മനോഭാവത്തിൽ മാറ്റം വരണ്ടേ? 12 കോടി റുപ്യാണ് ഒരു കൊല്ലം ചുമത്തിയ പിഴ. ഇപ്പൊ പിഴ കൊണ്ട് മാത്രമല്ല, മാറിയ മനോഭാവം കൊണ്ടുകൂടി വൃത്തി നമുക്ക് ഉറപ്പാക്കാൻ കഴിയേണ്ടതുണ്ട്. അപ്പൊ അതാണ് ഇനി ഏറ്റവും പ്രധാനം. അതുകൊണ്ട് വലിച്ചെറിയുന്നവരോട് ഒരു ദയാദാക്ഷിണ്യവും കാണിക്കാതിരിക്കുക. മുതിർന്നവരോട് പറഞ്ഞു തോറ്റിട്ട് നമ്മളിപ്പോ ഒരു പുതിയ ആശയം നടപ്പാക്കുകയാണ്. മുതിർന്നവരെ കൊണ്ട് ഒരു രക്ഷയില്ല, കുട്ടികളെ പിടിച്ചാലേ ഇനി രക്ഷയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഈ മാസം അവസാനം നിലവിൽ വരും. 50,000 കുട്ടികൾക്ക് ശുചിത്വ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 1,500 രൂപ സ്കോളർഷിപ്പ്. കേരളത്തിൽ 50,000 ഒന്നും രണ്ടും അല്ല. 50,000 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു 5 ലക്ഷം കുട്ടികളെങ്കിലും ഈ മത്സരത്തിൽ പങ്കാളിയാവും. കുറെ ആക്ടിവിറ്റി കുട്ടികൾക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ ആക്ടിവിറ്റി ഈ കുട്ടികൾ ആകെ ഏറ്റെടുക്കുമ്പോൾ ഓരോ വീട്ടിലും ഈ സന്ദേശം എത്തും. ഇനി കുട്ടികളെ നമുക്ക് ആശ്രയമുള്ളൂ എന്ന സ്ഥിതി വന്നിരിക്കുകയാണ്. കുട്ടികളെ മാറ്റത്തിന്റെ, ശുചിത്വത്തിന്റെ പതാകവാഹകരാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഈ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തും. ഈ പ്രദേശം ഹരിതാപമാക്കുന്നതിന്റെ ഭാഗമായുള്ള വൃക്ഷത്തൈ നടൽ നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. ബയോമൈനിംഗ് പദ്ധതിയുടെ ഗ്രീൻ ബെൽറ്റ് പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നതിനും നമ്മുടെ 2 വാക്ക് സംസാരിക്കുന്നതിനുമായി ആദരണീയനായ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി അവർകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരനായ നമ്മുടെ ഇന്നത്തെ ഈ ഉദ്ഘാടനം നിർവഹിച്ച എം പി രാജേഷ്, നമ്മുടെ മിനിസ്റ്റർ അവർ,
പ്രിയങ്കരായ നമ്മുടെ വേദിയിലുള്ള ബഷീർ സാഹിബ് ഉൾപ്പെടെ MLA ഉൾപ്പെടെ മുനിസിപ്പൽ ചെയർമാൻ ഉൾപ്പെടെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഉദ്യോഗസ്ഥ എല്ലാവരും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഊണ് വരെ ലഞ്ച് വരെ വേണ്ടാന്ന് വെച്ച് ഓടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതറിയാവുന്ന ഞാനിനി അദ്ദേഹത്തെ അധികം ബുദ്ധിമുട്ടിക്കുന്നില്ല. ഭയങ്കര ബ്ലോക്കിൽ ICDS പ്രോജക്റ്റിന്റെ ഗോൾഡൻ ജൂബിലി ഒരു പരിപാടി കൂടി ഉണ്ട്. അത് കഴിഞ്ഞേ പോകാൻ പറ്റുള്ളൂ. നമുക്കെല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഇത്. ഇന്നലെ വരെ വലിയ പ്രശ്നമായി കിടന്നിരുന്ന സ്ഥലം ഇന്ന് മനോഹരമായ ഒരു ട്രഞ്ച് ഒരു ഗ്രൗണ്ടായി മാറി. ആ ഗ്രൗണ്ടിൽ ഇന്ന് മന്ത്രിയും MLAയും ഫുട്ബോൾ കളിച്ചു. ഫുട്ബോളിൽ ഫൗൾ ചെയ്ത MLAയും നന്നായി ഗോളടിച്ച മന്ത്രിയെയും ഈ പരിപാടി ഇത്ര വേഗം പൂർത്തിയാക്കിയ മുനിസിപ്പാലിറ്റിയും ഒക്കെ ഞാൻ ഈ സന്ദർഭത്തിൽ ഉപയോഗിക്കാം. മാലിന്യ നിർമ്മാർജ്ജനം അത് ഒരു സംശയം വേണ്ട. കക്ഷി രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും കൂടി സഹകരിക്കേണ്ട ഒന്നാണ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ കോർ കോമ്പിറ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയാണ്. പ്രകൃതി രമണീയതയാണ്. ഇത് കണ്ടിട്ടാണ് ലോകം ഇങ്ങോട്ട് വരുന്നത്. പക്ഷെ അതിനേറ്റിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ് കുന്നുകൂടുന്ന വഴിയോരങ്ങൾ മുഴുവനുള്ള ജലാശയങ്ങൾ മുഴുവനുള്ള ഈ മാലിന്യം. മാറി മാറി വന്ന ഗവൺമെന്റുകളൊക്കെ അതിന് ശ്രമിച്ചിട്ടുണ്ട്. ശ്രീ രാജേഷ് ഉത്സാഹപൂർവ്വം സഹകരണം നമ്മുടെ തദ്ദേശഭരണ മന്ത്രി അതിന് ശ്രമിക്കുന്നതിൽ അധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ ഒരു സബ്മിഷൻ ഉന്നയിച്ച് ഈ പ്രശ്നം അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടിയാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. സംസ്ഥാനത്തിന്റെ ഏറ്റവും ഗുരുതരമായ പ്രശ്നം നമ്മുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ ടൂറിസമാണ് ഏറ്റവും മുഖ്യമെങ്കിൽ അതിനുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെല്ലുവിളി എന്ന് പറയുന്നത് ഈ മലിനമായി കിടക്കുന്ന ജലാശയങ്ങളും മലിനമായ അന്തരീക്ഷമാണ്. അത് നമ്മളെ തന്നെ നശിപ്പിക്കും. അദ്ദേഹം അത് പറയുകയുണ്ടായി. അതിനുവേണ്ടി നടത്തുന്ന ഓരോ ചെറിയ പ്രവർത്തനവും വലിയ മഹത്തായ കാര്യമാണ്. ഇവിടെ ഈ പദ്ധതി വേഗം പൂർത്തിയാക്കിയ മുനിസിപ്പാലിറ്റി, അതുപോലെ തന്നെ അതിന് ഉത്സാഹപൂർവ്വം പിന്തുണ കൊടുത്ത ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഗവൺമെന്റ്, അതുപോലെ തന്നെ അതിനുവേണ്ടി ടൈം ബൗണ്ടായിട്ട് പ്രവർത്തിച്ച ഉദ്യോഗസ്ഥകൾ ഇവിടെ ഡോക്ടർ ദിവ്യ സയ്യർ പറയുകയുണ്ടായി. അവരൊക്കെ ഉത്സാഹപൂർവ്വം ഇതിന് പിന്തുണ കൊടുത്തതുകൊണ്ടാണ് ഇത് വേഗം പൂർത്തിയായത് എന്ന് ഇവിടെ ചെയർമാനും പറയുകയുണ്ടായി. എല്ലാവർക്കും അഗൈതവുമായ നന്ദി ഈ പ്രദേശത്തിന്റെ പേരിൽ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ്